മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. പിറവി തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും ഹൃദയംഗവുമായി നേരുകയാണ്. ഈ അവസരത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് സ്വർഗം പറഞ്ഞ വാക്കുകൾ നമുക്ക് ധ്യാനിക്കാം. ലൂക്ക 1:28, സെയിന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 28. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. അതെ, പരിശുദ്ധ അമ്മയെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ ആ ദൈവകൃപ നിറഞ്ഞാണ് എന്നും തന്റെ ഏകപുത്രന് ജന്മം കൊടുക്കേണ്ട ആ ഉദരമാണ് അമ്മയുടെ ഉദരമെന്നും അവിടെ പ്രഖ്യാപിക്കപ്പെടുകയായിരുന്നു. ഞാനിന്നേ ദിവസം ഈ അമ്മയുടെ ദൈവവിളിയെക്കുറിച്ച് മാത്രം ഒരു വാക്ക് പറയുകയാണ്. അമ്മയെ ദൈവം അയച്ചത് പാപഹേതുവായ തിന്മയുടെ തല തകർക്കാൻ, തിന്മയ്ക്കെതിരെ പടപൊരുതുവാൻ ഓരോ ക്രൈസ്തവനും സാധിക്കും. അമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്, ഷീ ഈസ് ദ ഫസ്റ്റ് ക്രിസ്ത്യൻ. അതുപോലെ തിന്മയ്ക്കെതിരെ പടപൊരുതുവാൻ ഓരോ ക്രൈസ്തവനും സാധിക്കണം. ആദ്യം സ്വന്തം ജീവിതത്തിൽ, പിന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ. എന്റെ ജീവിതം തിന്മയ്ക്കെതിരെ സാക്ഷ്യമാക്കി മാറ്റിയാലേ എനിക്ക് മറ്റുള്ളവരെ അതിലേക്ക് നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഞാനെപ്പോഴും ഓർക്കുന്ന ഒരു സാറിന്റെ കാര്യം പറയാറുണ്ട്, ഫിലിപ്പ് സാർ. അദ്ദേഹം ബസ്സിൽ കയറിയാൽ അദ്ദേഹം ഒരു ബാഡ്ജ് കുത്തും, ഐ ആം എ പ്രോ ലൈഫ്. ആളുകൾ ചോദിക്കും, ഇതെന്താ? ഉടനെ പിന്നെ ജീവനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഒരവസരം കിട്ടാൻ വേണ്ടിയാണ് അദ്ദേഹം ആ ബാഡ്ജ് കുത്തുന്നത്. നമ്മൾ ഒരു അവസരമുണ്ടാക്കി ഈശോയെക്കുറിച്ച് പറയാൻ, ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നമ്മൾ തയ്യാറാവണം. അതാണ് പരിശുദ്ധ അമ്മയ്ക്ക് പിറവി തിരുനാളിൽ നമ്മൾ കൊടുക്കേണ്ട സമ്മാനം. അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവിശ്വമിശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.